എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു വാട്സപ്പ് നമ്പർ ഞാനിവിടെ തരികയാണ്. ഒരു കാര്യത്തിൽ 100% ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ ചോദ്യത്തിന് എൻ്റെ ഈ രംഗത്തുള്ള അറിവിൻ്റെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശമായിരിക്കും ഇതിലൂടെ പറഞ്ഞു തരുന്നത്. ഇത് എൻ്റെ ഒരു കടമയായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലൂടെ എന്നോട് തുറന്ന് പറയാം. അവിടെ തന്നെ അതിന് കൃത്യമായ പരിഹാരവും പറഞ്ഞു തരും. മാത്രവുമല്ല, ആ മെസ്സേജുകൾക്ക് 100% പ്രൈവസിയും ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഇവിടെ യൂട്യൂബിൽ നിങ്ങൾ കമൻറ്റുകൾ ഓപ്പണായിട്ട് ടൈപ്പ് ചെയ്ത് തരുമ്പോൾ മറ്റാളുകൾ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിവരവും, അതായത് എന്നോട് പറയാനുള്ള എല്ലാ വിവരവും എഴുതാൻ സാധിക്കില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ധൈര്യമായി ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ വിഷമതകളും പ്രാർത്ഥനാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി പറയാൻ സാധിക്കും. അതിലൂടെ വളരെ വ്യക്തമായ മാർഗനിർദ്ദേശവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ശരി അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം മാത്രമായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടന്നു പോകാം. ശനി വക്രത്തിൽ വരുന്നതോടുകൂടി നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ പോകുന്ന ആ 9 നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വളരെയധികം ആളുകൾ എപ്പോഴും ഇവിടെ മെസ്സേജിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് തങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുരിതങ്ങളും അതുപോലെ തന്നെ കടബാധ്യതകളും അത് എന്ന് തീരും എന്ന് ചോദിച്ചുകൊണ്ട്, അതിപ്പോൾ പരിപൂർണമായി അതങ്ങോട്ട് മാറിപ്പോയില്ലെങ്കിൽ പോലും അതിന് ശാശ്വതമായ ഒരു ആശ്വാസമെങ്കിലും കിട്ടിയാൽ വീട്ടിൽ സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽപ്പെട്ട കൂടുതൽ മെസ്സേജും നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഒരു സുവർണാവസരം ഇപ്പോൾ നിങ്ങൾക്ക് കൈവന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് തീർച്ചയായും ആശ്വസിക്കാം. പറയാൻ കാരണം, ശനിയുടെ ഈ വക്രഗതി കാരണം നിങ്ങളുടെ ദുരിതങ്ങൾ ഉറപ്പായിട്ടും മാറിപ്പോകും, ഇല്ലെങ്കിൽ വളരെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അതിനെ തുടർന്ന് ജീവിതത്തിൽ കടങ്ങളും അതുപോലുള്ള പ്രശ്നങ്ങളുമെല്ലാം തീരെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരാശ്വാസകാലമാണ് നിങ്ങൾക്ക് ഈ വക്രഗതി പ്രാപിക്കുന്നതോടുകൂടി വന്നു ചേരുന്നത്. ഇത് ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം, വരാൻ പോകുന്നത് അത്തരത്തിൽപ്പെട്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ശനിമാറ്റം തന്നെയാണ്. നമുക്കറിയാം, ഈ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ഭയത്തോടും പ്രതീക്ഷയോടും കൂടി നോക്കിക്കാണുന്നതുമായിട്ടുള്ള ആ ഒരു ഗ്രഹമാണ് ഈ പറഞ്ഞ നവഗ്രഹങ്ങളിൽ പ്രധാനിയായിട്ടുള്ള ശനീശ്വരൻ. ഇവിടെ വാസ്തവം പറഞ്ഞാൽ പലർക്കും ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ പെട്ടെന്നൊരു ആന്തലാണ് രൂപപ്പെടുന്നത്. എന്നാൽ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ നിലവിൽ ശനി മീനം രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മീനം രാശിയിൽ വെച്ച് തന്നെയാണ് ശനി വക്രഗതി പ്രാപിക്കാൻ പോകുന്നതും. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാവുന്ന ഒരു സംശയം, എന്താണ് ഈ വക്രഗതി എന്നതിൻ്റെ ആ ഒരു കൃത്യമായ രൂപം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ, ഒരു ഗ്രഹത്തിൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരത്തിന് നേരെ വിപരീതമായി, അതായത് പിറകോട്ടുള്ള സഞ്ചാരത്തെയാണ് ജ്യോതിഷത്തിൽ വക്രഗതി എന്ന് പറയുന്നത്. അതായത് ഒരു വാഹനം മുന്നോട്ട് പോകുന്നതിന് പകരം നേരെ റിവേഴ്സ് ഡയറക്ഷനിൽ ഓടുന്നത് പോലെ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഉദാഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഈ ഒരു അത്യപൂർവ സഞ്ചാര നിമിത്തം ഇതിൽ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഓർക്കാപ്പുറത്ത് പല അത്ഭുത സംഭവങ്ങളും കണ്ടെന്നു വരാം. ഈ വക്രഗതി ആരംഭിക്കുന്നത് 2026 ജൂലൈ മാസം 7-ാം തീയതി മുതൽ ഡിസംബർ മാസം 11-ാം തീയതി വരെയാണ്. അതായത് ഏകദേശം 5 മാസത്തോളം വരുന്ന ഈ ഒരു സുദീർഘമായ കാലയളവിലാണ് ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് ദൃശ്യമാകുന്നത്. ഇതിലെ ഏറ്റവും വലിയ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ കഷ്ടതകളും ദോഷങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരിപൂർണമായി വിട്ടുമാറുമെന്നതാണ് ഇതിൽ എടുത്തു സൂചിപ്പിക്കേണ്ട ആ ഒരു വിഷയം. പറയാൻ കാരണം, ഇത്രയും നാൾ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നൽകിയിരുന്ന അതേ ശനി ഭഗവാൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഭാഗ്യങ്ങളും കൊണ്ടുതരുന്ന ആ ഒരു അത്ഭുതകരമായിട്ടുള്ള ദിവസങ്ങളാണ് ഇനി കടന്നു വരുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ജൂലൈ 7 മുതൽ ജീവിതത്തിൽ പ്രത്യക്ഷമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഇനി നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ രാശി തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് മേടം രാശിയാണ്.
മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ 3 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 7.5 ശനിയുടെ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. മാത്രവുമല്ല, ശനി നിങ്ങളുടെ 12ാം ഭാവത്തിൽ, അതായത് വ്യയസ്ഥാനത്ത് ഇപ്പോൾ അതിശക്തമായ ദോഷത്തോടു കൂടിയാണ് നിൽക്കുന്നതും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഒന്നെടുത്തു നോക്കിയാൽ നിങ്ങളിൽ പലരും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. ആരോഗ്യകാര്യങ്ങൾക്ക് വേണ്ടിയും ആശുപത്രി ആവശ്യങ്ങൾക്കും അതോടൊപ്പം ഈ മരുന്നുകൾക്കും ഒക്കെ മറ്റുമായി ധാരാളം പണം ചിലവാക്കേണ്ട ആ ഒരവസ്ഥയും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും ഇറങ്ങി തിരിച്ചാലും ശരി, അതിൽ വലിയ തടസ്സങ്ങളും കാലതാമസവും അനുഭവപ്പെട്ടിട്ടുമുണ്ടാകും. മാത്രവുമല്ല, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയാലും അതെല്ലാം അനാവശ്യമായ പാഴ്ചെലവുകളിലൂടെ നിങ്ങളുടെ കൈവിട്ട് പോയിട്ടുമുണ്ട്. കാരണം അങ്ങനെയുള്ള അനുഭവമാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൂ. മാത്രവുമല്ല, ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു ശ്രദ്ധേയ കാര്യം, ഒരു നല്ല കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ശുഭകാര്യത്തിന് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതി നിങ്ങൾ മാറ്റിവെക്കുന്ന ആ ഒരു പണം വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് ചിലവാക്കേണ്ടി വരിക. അങ്ങനെ ധനനഷ്ടം നിങ്ങളെ വല്ലാതെ അലട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടവർ, ബിസിനസ്സിൽ വലിയ തകർച്ച നേരിട്ടവർ, ഒരു വീട് പണി തുടങ്ങി അത് പാതി വഴിയിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ മുടങ്ങി പോയിട്ടുള്ളവർ. അപ്പോൾ ഈ രീതിയിലുള്ള കഷ്ടതകളെല്ലാം ഈ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കിടയിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദാമ്പത്യ കുടുംബജീവിതത്തിൽ വലിയ സമാധാനക്കുറവും പ്രശ്നങ്ങളും നിങ്ങൾ ഈയിടെ നേരിട്ടിട്ടുണ്ടാകാം. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും ശരി, അലച്ചിലുകളും കഷ്ടതകളും മാത്രം ബാക്കി നിൽക്കുന്ന ആ ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഈ വരുന്ന ജൂലൈ 7 ശനി വക്രഗതിയിലാവുന്നതോടുകൂടി മേടം രാശിക്കാരായ നിങ്ങൾ ഈ 3 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി വിട്ടുമാറും. അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകൾ ഇല്ലാതാവും. സാമ്പത്തികമായി വലിയൊരു ഉന്നതി ഉറപ്പായിട്ടും ഉണ്ടാവുകയും ചെയ്യും. പണം സംബന്ധിച്ചുള്ള നിങ്ങളുടെ എല്ലാ ടെൻഷനുകളും ഈ കാലയളവിൽ ഉറപ്പായിട്ടും അവസാനിക്കും. ജോലി നഷ്ടപ്പെട്ടവർക്ക് വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു ജോലി ലഭിക്കും. ചെയ്തുകൊണ്ടിരുന്ന കർമ്മത്തിൽ പുതിയ നേട്ടങ്ങൾ കൈവരും. മുടങ്ങിപ്പോയ നിങ്ങളുടെ വീട് പണി അത് വീണ്ടും പുനരാരംഭിച്ച് വളരെ മനോഹരമായി പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. മാത്രവുമല്ല, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ വക്രഗതി കാലയളവിൽ പൂർണ്ണമായും വിട്ടുമാറുന്നതുമാണ്. ഇതിനെല്ലാം പുറമെ നിങ്ങളിൽ പലരും വിദേശത്ത് പോകാനോ വിദേശത്ത് ഉപരിപഠനത്തിനോ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാകാം. തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട്, അതായത് വിസയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. ജൂലൈ മാസത്തിന് ശേഷം നിങ്ങൾക്ക് മികച്ചൊരു വിദേശയാത്രയ്ക്കുള്ള യോഗം ഉറപ്പായിട്ടും തെളിയും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർന്ന് കുടുംബത്തിൽ സമാധാനമുണ്ടാകും. വിവാഹം നടക്കാതെ അതിൽ കാലതാമസം നേരിട്ടിരുന്നവർക്ക് അനുയോജ്യമായ മാംഗല്യഭാഗ്യം ഈ ഒരു സമയത്ത് നിങ്ങളെ തേടിയെത്തും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, അതായത് വിപരീതമായിട്ട് നിന്നത്, അതെല്ലാം ഇരട്ടിയായി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരാൻ പോകുന്ന ആ ഒരു സുവർണ്ണ കാലഘട്ടമാണ് ഇപ്പോൾ ഇവിടെ സംജാതമാകുന്നത്. അതായത് നിങ്ങൾ മേടം രാശിക്കാരായിട്ടുള്ള അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ 7 മുതൽ ആരംഭിക്കാൻ പോകുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ രാശിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന മകീരം, തിരുവാതിര, പുണർദം എന്നീ 3 നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ച് ശനി ഇപ്പോൾ 10ാം ഭാവത്തിൽ, അതായത് കർമ്മസ്ഥാനത്ത് കണ്ടകശനിയായി സഞ്ചരിക്കുന്ന ആ ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ കുറേ കാലമായി ഇവരുടെ തൊഴിൽ മേഖലയിലും അതുപോലെ തന്നെ ജീവിതത്തിലും വലിയ പ്രതിസന്ധികളാണ് ഇവർ നേരിട്ടുകൊണ്ടിരുന്നത്. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായി ജോലി ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ ഒരു അംഗീകാരവും നിലവിൽ ലഭിക്കുന്നില്ല. അതാണ് ഇവിടെ രാശിപ്പലകയിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, അർഹതപ്പെട്ട പ്രമോഷനോ നല്ലൊരു സ്ഥാനമാറ്റമോ അവസാന നിമിഷം നിങ്ങളുടെ കൈകളിൽ നിന്നും വഴുതി നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നിങ്ങളെ മാനസികമായി വല്ലാതെ തളർത്തിയിട്ടുണ്ടാകും. നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞവർക്കും ജൂനിയർ ആയിട്ടുള്ളവർക്കും നിങ്ങളുടെ മുന്നിലൂടെ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് നിങ്ങൾ നിസ്സഹായതയോട് കൂടി നോക്കി നിൽക്കേണ്ട ആ ഒരു സാഹചര്യവും ഇതിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിൽ ചിലർക്ക് വളരെ അപ്രതീക്ഷിതമായി, അതായത് തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ജോലി നഷ്ടപ്പെട്ടവരും തീർച്ചയായിട്ടും ഉണ്ടാകും. മാത്രവുമല്ല, പുതിയൊരു ജോലിക്ക് എത്ര ശ്രമിച്ചാലും
അവിടെയെല്ലാം തടസ്സങ്ങളാണ് നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നത്. മാത്രവുമല്ല, മറ്റൊരു കമ്പനിയിലേക്കോ അല്ലെങ്കിൽ ഈ മറ്റൊരു സംസ്ഥാനത്തേക്കോ നിങ്ങൾക്ക് ഈ ജോലി മാറിപ്പോകാൻ നിങ്ങൾ ശ്രമിച്ചവർക്കെല്ലാം അതിൽ തുടരെ തടസ്സങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇനി നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക നൽകുന്ന മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ജൂലൈ 7 മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം മുതൽ ഈ മിഥുനം രാശിക്കാരുടെ തൊഴിൽ മേഖലയിലെ സകല തടസ്സങ്ങളും ശാപങ്ങളും പൂർണ്ണമായി മാറിക്കിട്ടും. നിങ്ങൾ നാളുകളായി ആഗ്രഹിച്ചിരുന്ന പദവികളും പ്രമോഷനും അതുപോലെ തന്നെ സ്ഥാനക്കയറ്റവും നിങ്ങളെ ഉറപ്പായിട്ടും തേടിയെത്തും. മറ്റൊരു കമ്പനിയിലേക്കോ മറ്റൊരു രാജ്യത്തേക്കോ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു തടസ്സവുമില്ലാതെ അത് എളുപ്പത്തിൽ കരഗതമാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു കാലമാണ് സംജാതമാകുന്നത്. മാത്രവുമല്ല, ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു ചേർന്നേക്കും. ജോലിയിൽ മാത്രമല്ല, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും അതിഗംഭീരമായ ഗുണങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ ശാരീരികമായിട്ട് രോഗങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നവർക്ക് പൂർണ്ണമായി ആ രോഗം മാറിക്കിട്ടും. അതോടുകൂടി നിങ്ങൾ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യും. കടബാധ്യതകൾ, കേസ് വഴക്കുകൾ എന്നിവയിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായ മോചനം ലഭിക്കും. മാത്രവുമല്ല, ഇത്രയും കാലം നിങ്ങൾ നേരിട്ടിരുന്ന ആ ശത്രുതകൾ അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങളെ വിട്ട് അകന്നു പോകും. അല്ലെങ്കിൽ അവരുടെ ശത്രുതകൾ എന്നേക്കുമായി അവസാനിച്ചു കിട്ടും. അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത ഈ ഒരു സമയം വളരെയധികമാണ്. പിതാവിൻ്റെ വകയായി ലഭിക്കേണ്ട ഭൂമിയോ മറ്റ് സമ്പാദ്യങ്ങളോ നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും വന്നെത്തും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി നല്ല ആശാവഹമായിട്ടുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. പ്രത്യേകിച്ചും ഇതിൽ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ ഈ കാലയളവിൽ ശനി ഭഗവാൻ ഉറപ്പായിട്ടും കൊണ്ടുവന്നു തരും. മാത്രമല്ല, പൊതുവായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഉറപ്പായിട്ടും ശക്തമായി കിട്ടും. അതായത് നിങ്ങൾ മകീരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർക്ക് ഇനി ഒരു സുവർണകാലമാണ് സംജാതമാകാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് രാശിഫലകയിൽ കിട്ടിയ രാശി ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം എന്നീ 3 നക്ഷത്രക്കാർ. ഈ 3 നക്ഷത്രക്കാർക്ക് നിലവിൽ അഷ്ടമശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണ്. മാത്രവുമല്ല, ശനി നിങ്ങൾക്ക് നിങ്ങളുടെ 8ാം ഭാവത്തിലാണ് നിൽക്കുന്നതും. ഇവിടെ വാസ്തവത്തിൽ ഈ നക്ഷത്രക്കാരോട് അവരുടെ നിലവിലെ ജീവിതത്തെപ്പറ്റി നമ്മളൊന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി എന്തൊക്കെയോ അപ്രതീക്ഷിതമായ വിപരീത തിരിച്ചടികളാണ് അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നായിരിക്കും അവർ നമുക്ക് നൽകുന്ന ആ ഒരു മറുപടി പറയാൻ കാരണം. വളരെ നന്നായി ഒരു കുഴപ്പവും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് വലിയ തകർച്ചകൾ വന്നു ചേർന്നിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, പെട്ടെന്ന് ശരീരത്തിൽ സർജറി വേണ്ടിവരുന്ന ആ ഒരവസ്ഥ എന്നിവയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാകും. അതുപോലെ തന്നെ വാഹനങ്ങൾ മുഖാന്തരം ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങൾ, അതിനുവേണ്ടി വലിയ തുകകൾ ചിലവാക്കേണ്ടി വന്ന സാഹചര്യം എന്നിവയൊക്കെ തീർച്ചയായിട്ടും ഇതിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. അതുപോലെ തന്നെ സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ വൻ തകർച്ചകൾ നേരിട്ട ആ ഒരു സമയം കൂടിയായിരുന്നു ഇവരുടെ ഈ കഴിഞ്ഞ കാലഘട്ടം. പ്രത്യേകിച്ചും കർമ്മ മേഖലയിലും ബിസിനസ് രംഗത്തും വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകും. അതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു ചേരുക, അതിനെ തുടർന്ന് കടക്കെണിയിൽ പെട്ടുപോകുക തുടങ്ങി നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന, അതായത് നിദ്രാഭംഗം ഉണ്ടാക്കി വയ്ക്കുന്ന പല സംഭവ വികാസങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. ഇതിനെല്ലാം പുറമെ ചിങ്ങൻ രാശിക്കാരിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച, നിങ്ങളുടെ സ്വന്തം എന്ന് നിങ്ങൾ കരുതിയ ആ ഉറ്റ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നിങ്ങളെ ചതിക്കുന്ന ആ ഒരു അവസ്ഥയും നിങ്ങൾക്ക് സംജാതമായിട്ടുണ്ടാകാം. അതായത് ഒരാളുടെ ആവശ്യം കണ്ട് മനസ്സറിഞ്ഞ് നിങ്ങൾ വലിയ തുകകൾ കടമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. എന്നാൽ അത് തിരികെ ചോദിക്കുമ്പോൾ അവർ നിങ്ങളെ ശത്രുവായി കാണുകയും ആ പണം നിങ്ങൾക്ക് തിരികെ കിട്ടാത്ത ആ ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇതിലൂടെ നിങ്ങൾക്കേറ്റ വിശ്വാസവഞ്ചന വളരെ വലുതാണ് താനും. ഇതിൽ ചിലർ പണം സംബന്ധിച്ച അനാവശ്യമായിട്ടുള്ള കോടതി കേസുകളും വ്യവഹാരങ്ങളിലുമൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാകും. മാത്രവുമല്ല, നിങ്ങളുടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പ്രത്യേകിച്ചും ഭാര്യയും ഭർത്താവും തമ്മിൽ താൽക്കാലികമായിട്ട് വേർപിരിയേണ്ട അവസ്ഥകൾ വരെ ഈ സമയത്ത് സംജാതമായേക്കാം. അതുപോലെ തന്നെ വിവാഹാലോചനകൾ തുടർച്ചയായിട്ട് തടസ്സപ്പെടുന്ന ചില സന്ദർഭങ്ങളും ഈ സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഇനി നിങ്ങൾ ഒട്ടും സങ്കടപ്പെടേണ്ടതില്ല.
ഈ ജൂലൈ 7 ശനിയുടെ വക്രഗതി നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതുജീവൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അത്ഭുതകരമായിട്ട് പരിഹരിക്കപ്പെടും. സാമ്പത്തികമായ വലിയ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും മോചിതരാകും. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കേസുകളും വ്യവഹാരങ്ങളും നിങ്ങളുടെ വഴിയിൽ നിന്നും മാറിപ്പോകും. പ്രത്യേകിച്ച് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ രമ്യമായി പരിഹരിച്ചെടുക്കും. അതിനെ തുടർന്ന് ജീവിതത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും നിങ്ങൾ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഇത്രയും വിവരങ്ങളാണ് മകം പൂരം ഉത്തര നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിന് ശേഷമുള്ള ഒരു ശനിമാറ്റം അവസരമൊരുക്കുന്നത്. അപ്പോൾ ആ കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഇത്രയും നാൾ തീരെ പ്രതീക്ഷിക്കാത്ത പല തിരിച്ചടികളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ 9 നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കണ്ണീരിനും കഷ്ടപ്പാടിനും വിരാമം ഇട്ടുകൊണ്ട് തികച്ചും അപ്രതീക്ഷിതമായ വലിയ ഗുണങ്ങളും വിജയങ്ങളും അതിനോടൊപ്പം ഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പറയാൻ കാരണം, ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഈ ജൂലൈ 7 മുതൽ ഡിസംബർ 11 വരെയുള്ള ആ ഒരു സമയം നിങ്ങൾ ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ആ ഒരു സുവർണ കാലഘട്ടമായിരിക്കും സംജാതമാകുന്നത്. മാത്രവുമല്ല, ഈ സമയങ്ങളിൽ നിങ്ങൾ ഈ നവഗ്രഹ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ നിങ്ങൾക്കുണ്ടാകുന്ന പോലെയുള്ള വഴിപാടുകൾ ചെയ്യുന്നത് അത്യുത്തമമായിരിക്കും. അവിടെ നിങ്ങൾക്ക് നവഗ്രഹ പൂജ നടത്താം, അല്ലെങ്കിൽ നവഗ്രഹ പുഷ്പാഞ്ജലി നടത്തുന്നതും അത്യുത്തമമായിരിക്കും. ഇനിയൊരു പക്ഷേ നിങ്ങൾ വിദേശത്താണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിന് അവസരം ലഭ്യമല്ല എങ്കിൽ അങ്ങനെയുള്ളവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതിയാകും. അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാ ശനിയാഴ്ചയും നവഗ്രഹ പൂജ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.